ആദരണീയരായ കാളിമാർ, കാളിയായി നിയമിക്കപ്പെട്ടവർ, അവർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്, വലിയ ബാധ്യതയുണ്ട്. നന്നേ ചുരുങ്ങിയത് ഇൽമിപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആപേക്ഷികമായി ചില കാര്യങ്ങൾ ഒരാൾക്കറിയാം, അത് മറ്റൊരാൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. എന്നാൽ ഒന്നാമത്തെ ആൾക്ക് അറിയാത്തത് രണ്ടാമത്തെ ആൾക്കും തിരിച്ചുമൊക്കെ അറിയാം. പക്ഷെ എല്ലാ കാളിമാരും ശ്രദ്ധിക്കേണ്ടത് ഖളാവുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക നിയമപരമായ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ ഇൽമുള്ള വിശ്വസ്തരായ ആലിമീങ്ങളോട് കൂടി ആലോചിക്കുകയും ആലിമീങ്ങളുടെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുകയും ചെയ്യാനുള്ളൊരു സന്നദ്ധത ഖാദിമാർക്ക് അനിവാര്യമാണ് എന്ന് ഞാൻ പറയുമ്പോൾ അതൊരധിക പ്രസംഗമായി തോന്നണ്ട, ഒരു ഓർമ്മപ്പെടുത്തലായി കരുതിയാൽ മതി. ഇന്ന് പറ്റിപ്പോകുമ്പോൾ ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഖാദി വലിയായി നടത്തേണ്ട ചില നിക്കാഹ് മഹല്ലിൽ വിലായത്തിലല്ലാതെ ഖാദിമാർ നടത്തുന്ന സംവിധാനവും അത് ചിലപ്പോൾ ശരിയാകൂല എന്ന് പറഞ്ഞ് തിരിച്ചയക്കേണ്ട സാഹചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാദിമാരോട്, ആലിമീങ്ങളായ ഖാദിമാരുണ്ട്, സാദാത്തീങ്ങളായ ഖാദിമാരുണ്ട്, എല്ലാ ഖാദിമാരോടും ആദരവോടുകൂടി നമ്മുടെ ഉമ്മത്തിൻ്റെ ഗുണത്തിനു വേണ്ടി, നമ്മുടെ എല്ലാം ദീനിയും ആഖിറത്തിൻ്റെയും ഗുണത്തിനു വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഖാദിമാർ അറിവ് കൂടുതലുള്ളവരും താരതമ്യേന കുറവുള്ളവരും ഒക്കെ ഉണ്ടായിരിക്കാം. ഖാദിമാർ ഖളാവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ, ഒരു ഇസ്ലാമിക നിയമം പറയുമ്പോൾ, ഇസ്ലാമിക ഉമ്മത്തുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഇടപെടുമ്പോൾ ലഭിക്കാവുന്ന വിശ്വസ്തരായ ആലിമീങ്ങളുമായി കൂടിയാലോചിക്കുകയും ആലിമീങ്ങളുടെ വാക്കുകളും അവരുടെ നിർദ്ദേശങ്ങളും അവർ പറയുന്ന ശരീഅത്ത് നിയമങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് വിധി നടത്താനുള്ള ഒരു സന്മനസ് ഖാദിമാർക്ക് എല്ലാവർക്കും ആവശ്യമാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ഒറ്റക്കാരും കൂടി, ഇസ്ലാമിക ഖാദിമാർ അവർ ഇസ്ലാമിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. സമുദായത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഇസ്ലാമിൻ്റെ നേർചിത്രങ്ങളായി ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ സമുദായത്തിനകത്തും പുറത്തുമുള്ളവർ കണക്കാക്കുന്നത് ഖാദിമാരെയാണ്. അതുകൊണ്ട് ഖാദിമാർക്ക് ഉത്തരവാദിത്വം ഇനിയും കൂടുകയാണ്. ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്നതെന്നും ഖാദിമാരിലൂടെയാണ് സമുദായത്തിന് പുറത്തുള്ളവർ വിശിഷ്യ ഇസ്ലാമിനെ മനസ്സിലാക്കുന്നതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഖാദിമാർ അവരുടെ ജീവിതവും ഇടപെടലുമൊക്കെ പരമാവധി ഇസ്ലാമിക നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ആവണം. നമ്മുടെ രാജ്യം മതേതര രാജ്യമാണ്. ഇവിടെ വിവിധ സമുദായങ്ങൾക്കിടയിലുള്ള സൗഹാർദ്ദം നിലനിർത്താൻ ഖാദിമാർ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഖാദിമാരുടെ ഇടപെടൽ, മുസ്ലിം സമുദായ അംഗങ്ങളുടെ ഇടപെടലൊന്നും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള സഹകരണവും സൗഹാർദ്ദവും നഷ്ടപ്പെടാനോ സമുദായങ്ങൾക്കിടയിൽ കലഹങ്ങളും കലാപങ്ങളും ഉണ്ടാവാനോ കാരണമാവാൻ പാടില്ല. ഇസ്ലാമിക നിയമമനുസരിച്ച് മാനവികതയ്ക്ക് ഇസ്ലാം വലിയ മുന്തിയ പരിഗണന നൽകുന്നുണ്ട്. മുസ്ലിമിനെ മാത്രമേ സഹായിക്കാവൂ എന്ന് ഇസ്ലാം മുസ്ലിങ്ങളോട് പറയുന്നില്ല. ഫീ കുല്ലി കബദിൻ റത്ബത്തിൻ അജ്റുൻ. മുസ്ലിം അല്ലെങ്കിലും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അമുസ്ലിം ആണെങ്കിലും, ഏത് മതക്കാരനാണെങ്കിലും, മതമേതുമില്ലാത്തവനാണെങ്കിലും ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, രോഗചികിത്സ തുടങ്ങിയ മാനുഷിക കാര്യങ്ങളിൽ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമം. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫീ കുല്ലി കബ്ദിൻ റത്ബത്തിൻ അജ്റുൻ. ഏത് മതക്കാരനെയും മതമില്ലാത്ത ആരെയും സഹായിച്ചാലും അവർക്ക് സൗജന്യങ്ങളും ഭക്ഷണം, വസ്ത്രം, രോഗചികിത്സക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്താൽ മുസ്ലിമിനത് പ്രതിഫലാർഹമാണ്, ആഖിറത്തിൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിമാരും ഖാദിമാരല്ലാത്ത മുസ്ലിം നേതാക്കളും ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേസമയം മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസപ്രകാരം ഇസ്ലാമും കുഫറും തമ്മിൽ യാതൊരു സൗഹാർദ്ദവും ഇല്ല. ഇസ്ലാമുമായി 100% വിരുദ്ധമാണ് കുഫർ. മതസൗഹാർദ്ദമെന്ന് പറഞ്ഞാൽ, സമുദായ സൗഹാർദ്ദമെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ കുഫറിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക എന്നല്ല. മതസൗഹാർദ്ദത്തിൻ്റെ ഭാഗമായി മറ്റ് മതക്കാരോടും മനുഷ്യരാണെന്ന നിലക്കിടപെടുകയും സൗജന്യങ്ങളും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ അവരുടെ കൂടെ നിർവഹിക്കുകയും ചെയ്യാം. അവർക്ക് ഭക്ഷണം നൽകാം, വസ്ത്രം നൽകാം, രോഗചികിത്സക്ക് സഹായിക്കാം, ഇടപാടുകളിൽ അവരുമായി സഹകരിക്കാം, വ്യക്തിപരമായ കാര്യങ്ങളിൽ അവരുടെ വേദികളിൽ പങ്കെടുക്കാം. അതേസമയം 100% ഇസ്ലാമിന് വിരുദ്ധമായ മറ്റ് മതക്കാരുടെ മതപരമായ ആചാര ആഘോഷ അനുഷ്ഠാനങ്ങളിലും അവരുടെ ആരാധനാലയങ്ങളുടെ നിർമ്മാണങ്ങളിലും
അവരുടെ ദൈവികമായ പ്രതിഷ്ഠകളിലുമൊന്നും ഖാദിമാരും മുസ്ലിം പണ്ഡിതന്മാരും പങ്കെടുക്കുന്നത് ശരിയല്ല. അത് ഇസ്ലാമികമായി വളരെ അപകടം ചെയ്യുന്നതാണ്. സൗഹാർദ്ദം അതിര് കവിയരുത് എന്ന് ഖാദിമാരെയും എൻ്റെ സംസാരം കേൾക്കുന്ന മുസ്ലിം നേതാക്കളെയും വിനയപൂർവ്വം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൗഹാർദ്ദത്തിൻ്റെ പേരിൽ മാനവികത ഉൾക്കൊള്ളണം. മനുഷ്യരെന്ന നിലക്ക് ഉൾക്കൊള്ളുകയും മാനുഷിക കാര്യങ്ങളിൽ പരസ്പരം സഹകരിക്കുകയും സഹായിക്കുകയും വേണം. അതേസമയം മറ്റൊരു മതത്തിൻ്റെ മതപരമായ കാര്യങ്ങളിലും ആരാധനകളിലും ആരാധനാലയങ്ങളിലും കുഫറിന് സഹായമാകുന്ന ഒരു സാന്നിധ്യം പോലും മുസ്ലിമിന് പറ്റിയതല്ല. ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ഖാദിമാർ പ്രതിദാനം ചെയ്യുന്നത് ഇസ്ലാമിനെയാണ്. നമ്മുടെ രാജ്യത്തെ നിയമമനുസരിച്ച് തന്നെ ഇതര സമുദായങ്ങളോട് മാനുഷിക സഹകരണവും സൗഹാർദ്ദവും ഒക്കെ നല്ല നിലക്ക് കാത്തു സൂക്ഷിക്കുമ്പോൾ തന്നെ മുസ്ലിമിന് മുസ്ലിമായി തന്നെ ജീവിക്കാം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ ആചാരങ്ങളുടെ കൈമാറ്റമല്ല. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതാചാരങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടന്നുകയറ്റമല്ല. ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ ഉമ്മത്തിലെ ഖാദിമാരാണെന്ന് പറയുമ്പോൾ വിനയത്തോടു കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അധിക പ്രസംഗമായി ആർക്കും തോന്നരുത്, പക്ഷെ ഇതും പറയേണ്ട സംഗതിയാണല്ലോ. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് ആദരണീയരായ ഖാദിമാർ ആലിമീങ്ങളാണ്, സയ്യിദന്മാരാണ്, അവരൊക്കെ ആദരിക്കപ്പെടേണ്ടവരാണ്. അള്ളാഹു നമ്മുടെ ഖാദിമാർക്ക് ഇസ്സത്തും തൗഫീഖും വർദ്ധിപ്പിച്ച് നൽകുമാറാവട്ടെ. അതേസമയം ഞാൻ ഒരു കാര്യം കൂടി ഉണർത്തുകയാണ്. അഹ്ലുസുന്നയുടെ ഖാദിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമുദായത്തിൻ്റെ അകത്ത് ബിദഅത്തുള്ളവരും മുബ്തദികളും അല്ലാത്തവരും ഉണ്ടാകും. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദഅയും ഈ ഉമ്മത്തിലുണ്ടാകും. ഒരുപക്ഷേ രാഷ്ട്രീയ രംഗത്തും മറ്റിടപെടങ്ങളിലൊക്കെ പരസ്പരം കൂടിയിരിക്കുകയും സഹകരിക്കുകയും ചെയ്യേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. എന്നാലും അഹ്ലുസുന്ന വൽ ജമാഅയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ആദരണീയരായ ഖാദിമാർ മുബ്തദികളുടെ ചതിപ്രയോഗങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുബ്തദിങ്ങളുടെ ബിദ്അത്തിൻ്റെ അവരുടെ സംഘടനകളുടെ ഔദ്യോഗികമായ സ്ഥാപനങ്ങളുടെയും സമ്മേളനങ്ങളുടെയും വേദികളിൽ മുസ്ലിം അഹ്ലുസുന്നയുടെ ഖാദിമാർ സാന്നിധ്യം അറിയിച്ചുകൂടാ. ബിദ്അത്തിന്റെ പ്രചരണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെടുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടകനാകേണ്ടതവനല്ല നമ്മുടെ ഖാദിമാർ. ബിദ്അത്തിന്റെ സമ്മേളനങ്ങളിൽ ക്ഷേതാക്കളും അതിഥികളുമായി ബിദ്അത്തിന്റെ സ്റ്റേജിൽ അവരെ മഹത്വവൽക്കരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടെങ്കിലും അവരുടെ ബിദ്അത്തിനൊരു സഹായമാകുന്ന രൂപത്തിലോ ഖാദിമാരുടെ സാന്നിധ്യം ഉണ്ടാവാൻ പാടില്ല.